അമ്മേ ശരണം ദേവി ശരണം. വളരെ നല്ല രീതിയിൽ ഒരു ബാലെ അവതരിപ്പിച്ച കായംകുളം തുളസിക്കും സംഘത്തിനും നന്ദി അറിയിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്ര പറമ്പ് വിട്ട് പുറത്തു പോകണം. കായംകുളം തുളസിയും സംഘവും നമ്മൾ പറഞ്ഞിട്ടേ പുറത്തു പോകാവൂ, കേട്ടോടാ. എന്തോന്ന് ബാല ഇത്? മനുഷ്യന്റെ ഉറക്കം കളയാൻ പറ്റി കൂവി കൂവി മനുഷ്യന്റെ തൊണ്ടടഞ്ഞ്. ഒന്ന് ഈ കമ്മിറ്റിക്കാരനെ ഒരു ബോധം വേണം, ഇല്ലെങ്കിൽ ബാല കളിക്കാൻ പറഞ്ഞവർക്ക് ദാനം വേണം. ബാക്കിയുള്ളവരെ ഉറക്കം കളയാൻ വേണ്ടിട്ട്. ആര്? വേലുത്തമ്പി. വേലിക്കമ്പി എന്നല്ല, കമ്പി വേലി അങ്ങനെ വേണം പറയാ. അല്ലെന്ന് വേലുത്തമ്പി ദളവയെന്ന്. വേലിത്തമ്പി ദളവയ്ക്ക് എന്റെ ഭാഗ്യത്തിന് തോന്നുന്ന കാര്യം. നീ കമ്മിറ്റിക്കാരനാണ്? അല്ല. കമ്മിറ്റിക്കാരനാണെന്ന്? അല്ലെന്ന്. ആണായിട്ടാണ് കമ്മിറ്റിക്കാരനാണ്. എന്റെ അമ്മയാണ്, ഞാൻ കമ്മിറ്റിക്കാരനല്ല. അയ്യോ, കമ്മിറ്റിക്കാർക്ക് പിടിച്ചു കൊടുക്കുന്ന അവന്മാർ എന്നെ അടിച്ച് കൊന്നളായി. അപ്പൊ നീയാണ് റോക്കറ്റ് വിട്ടവണൊക്കെ സ്റ്റാൻഡിന്റെ ബൈക്കിൽ കൂടെ ഓടിപ്പോയത്? എന്നെ ഓടിച്ചതല്ലേ അവന്മാര്? അല്ല, വേലിത്തമ്പി ദളവയ്ക്ക് കയ്യിൽ ഉടവാളല്ലേ? ഇതെന്തോന്ന് ചട്ടുകം? ഞാൻ ആദ്യം ഓടിക്കേറിയതേ ഒരു കപ്പലിൽ കിടക്കുന്ന പയ്യന്റെ അടുത്തായിരുന്നു. വെപ്രാളത്തിൽ എടുത്ത് വന്നതാണ് ഞാൻ. എന്ത് ചെയ്യുന്നു? നിങ്ങളെ ബാല തുടക്കം തൊട്ട് ഞാൻ കണ്ടോണ്ടിരിക്കാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കലയില്ല. കലയുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അയ്യോ, അങ്ങോട്ട് ഒരു തിരിഞ്ഞാണ്. ദാണ്ട കുറച്ച് കല ഒലിച്ചു പോണ്. അയ്യോ, അത് കമ്മിറ്റിക്കാരുടെ കുൽസിത പ്രവർത്തനങ്ങൾ. കമ്മിറ്റിക്കാരുടെ കുൽസിത പ്രവർത്തനം നല്ല ബാല കളിക്കണം. സത്യം പറയാൻ നിങ്ങളെ ബാല തുടക്കം മുതൽ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളെ ബാലയില് സത്യം പറയാൻ എന്തിനാണ് സംഭവിച്ചത്? ഈ മെയിൻ നടന്റെ കൂടെ നടന്നവനാണ് തെറ്റിച്ചത്. അയ്യോ, അങ്ങനെയുള്ള എന്തിനു കൊണ്ടു നടക്കുന്നത്? അമ്മാരെ പറഞ്ഞു വിടണം, നല്ല കലാകാരന്മാരെ വിളിക്കണം. അല്ല, ഇത് ആരാണ് ഈ മെയിൻ നടന്റെ കൂടെ തെറ്റിച്ചത്? വേറെ ആരും പറയരുത്. നീ ആയോണ്ടാണ് പറഞ്ഞിരുന്നത്. ഞാൻ തന്നെ. അയ്യോ, എന്ത് ചങ്കൂറ്റത്തോളത് പറയുന്നത് ഞാൻ തന്നെ. ഇടാ മാംസപിണ്ടമേ, നിനക്ക് തീർത്തി വല്ല ജോലിക്കാ പൊക്കൂടെ? ഇടാ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നീ എന്ത് വേഷമാണ് നീ ആ ബാലയ്ക്കകത്ത് ചെയ്തത്? ഞാൻ എന്റെ നല്ല വേഷമല്ലായിരുന്നു ചെയ്തത്. ലോജിക് ഇല്ലാത്ത വേഷമാണ് നീ ചെയ്തത്. ലോജിക്കിന്റെ പറയുന്നത് ഇടേ, നിന്റെ വേഷത്തിന് ലോജിക് ഇല്ലെന്ന്. അത് കാര്യം പറ നീ. ഇടാ, ഏതെങ്കിലും വേരുത്തമ്പി ഇതാവാ കയ്യിൽ HMT വാച്ച് കെട്ടിക്കൊണ്ടുവന്ന് അഭിനയിക്കൂ. അയ്യോ, അത് നീ എങ്ങനെ കണ്ട്? ഫ്രണ്ട് ചെയ്തൊരു ചെറുക്കൈ വേരുത്തമ്പി ആമാ സമയം എത്രയായി എന്ന് ചോദിച്ചപ്പോ നീ അവിടെ തന്നെ പറഞ്ഞില്ലേ 2 മണി എന്ന് പറഞ്ഞ പറഞ്ഞു പോയാ. അയ്യോ, ഞാനത് ഓർത്തില്ല. അതാണ് തോർത്തുള്ളയുടെ വയല് വഴി ഓടിയത്. നിങ്ങളെ എനിക്ക് നിങ്ങളെ നല്ല പരിചയം ഉണ്ടല്ലോ എനിക്ക്. ഈ മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. അതത് മെഡിക്കൽ കോളേജ്? അല്ല, എന്റെ ചെറിയ ആശുപത്രി ഒന്നും എന്നെ എടുക്കൂല. അയ്യേ, നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. നല്ല ഹൈ റേഞ്ചിലാണ് പിടി. അതെ. അതല്ല, നിങ്ങളെ വേറെ എവിടെ? അബുദാബിയില്. അബുദാബി ഞാൻ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് കണ്ടപ്പെടുന്നത്. ഞാനും അബുദാബിയിലുണ്ടായിരുന്നു. അബുദാബിയിൽ അറബിയുടെ ഷെഫായിരുന്നു ഞാൻ. അയ്യോ, എന്നിട്ടാ എന്നെ പിടി ജയിലിൽ കിട്ടണത്. നല്ല ജോലിയല്ലേ? നല്ല ജോലി എന്നാ. ഇവിടെ എന്റെ അറബിക്ക് ഒരേ ഒരു നിർബന്ധം. എന്തോന്ന്? ഒട്ടകത്തിനെ നിർത്തി പൊരിക്കണമെന്ന്. എന്നിട്ട് ഈ ഒട്ടകമാണെ മുടിഞ്ഞ സവാരി. അയ്യോ, ഒരു ദിവസം രാത്രി ഒട്ടകത്തിനെ പിടിച്ച് ഞാൻ കെട്ടി നിർത്തി ഒരു പൊരിപ്പങ്ങ് ഒരിച്ചു കൊടുത്തു. എന്നിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ട് അകത്തിട്ടളഞ്ഞു. അതിന് ഒട്ടകത്തിന് നിർത്തി പിടിച്ച് നിങ്ങളെ പോലീസ് പിടിക്കുന്ന എന്നെ പിടിക്കുന്ന എടാ, ഒട്ടകത്തിന്റെ പെറുത്ത് അറബിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു. ഒട്ടകത്തിന് പുറത്ത് അത് നിങ്ങൾക്ക് ഒരാൾ ഒട്ടകത്തിന്റെ മണ്ടായിരുന്നാ കണ്ടുകൂടെ? ഇരുട്ടല്ലേ, ഞാൻ വിചാരിച്ചു ഒട്ടകത്തിന്റെ മുഴയാണെന്ന്. എങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ഒരു മുഴയും കൊണ്ടാണ് നീ ഇപ്പൊ നാട്ടിൽ വന്നേക്കുന്നത്. ഞാൻ എന്നാ സത്യം പറയാം, ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് വിശന്ന് വലഞ്ഞ് ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം എന്റെ ഒരു 3 റിയാലുണ്ട്. അതിന് 1 റിയാൽ കൊടുത്ത് ഞാൻ ഒരു കേക്ക് വാച്ച്. ബാക്കി 2 റിയാലാടാ. ഈ സ്റ്റേജ് കടം ചെയ്ത് പോരെ എനിക്ക്? അതല്ലെന്ന്, ഇരുന്ന 2 റിയാലില്ലേ, അത് ഇതെന്നാണ് ചോദിച്ചത്. ആ 2 റിയാൽ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എയർപോർട്ടിൽ വന്നത്. എന്റെ പൊന്നു മക്കളെ, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നീ എന്റെ കൂടെ കൂട് ബാല കളിക്കാൻ വാ. ഷെയർ ചെയ്യണം നമുക്ക്. ഓ, 5 സെന്റ് പെരയുടെ നിറങ്ങണ അടി വാങ്ങിക്കാൻ വിളിക്കണത്. എന്റെ മോനൊരു 18 വയസ്സായിക്കോട്ടെ, അതിനുശേഷം ഞാൻ വരാൻ ബാല കളിക്കാൻ. ഈ ആമ്പിള്ളേരെ ഒരു പരിധി വരെ അച്ഛൻ വേണം, അല്ലെങ്കിൽ അച്ഛൻ ചത്ത് തന്ത എത്തി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വഴിയേറ്റി പോയി. എന്റെ ബാല ഇപ്പോഴാണ് ഒത്തിരി പ്രശ്നമായത്. കഴിഞ്ഞ വർഷം കിടിലോട്ടല്ലേ ഞാൻ കളിച്ചത്. കഴിഞ്ഞ വർഷം നിങ്ങൾ എവിടെ കടിലായിട്ട് കളിച്ചു? അപ്പുറത്ത് ശിവന്റെ അമ്പലത്തിൽ കളിച്ച്. അത് നിങ്ങളായിരുന്നാ? പിന്നല്ലാതെ. അയ്യോ, അത് കാണാൻ ഞാൻ വന്നിരുന്നത്. അത് ശരി, അന്ന് നിങ്ങളാണ് തെറ്റിച്ചത്. നിങ്ങൾ ഹിരണ്യകശിപുവിനെ വേഷമിട്ടോട്ട് വന്ന് നരസിംഹത്തിന്റെ തൂണടിച്ചു പൊട്ടിക്കാൻ വേണ്ടി നോക്കി 16 തൂണാണ് നിങ്ങൾ അവിടെ നിന്ന് അടിച്ചു പൊട്ടിച്ചത്. അതൊരു കാര്യമുണ്ടടാ. ഈ നരസിംഹത്തിന് വേഷം ചെയ്യുന്ന ബാബു ഇല്ലേ, അവ ഏതെങ്കിലും ഒരു തൂണി ഒളിച്ചിട്ട് എന്റെ അടുത്ത് കൂക്കിട്ട് കാണിക്കും. അപ്പൊ ആ ലക്ഷ്യം വെച്ചാണ് ഞാൻ അടിച്ചു പൊട്ടിക്കുന്നത്. എന്നാ പിന്നെ ആ കൂക്ക് കേട്ടുപോയി ആ സ്ഥലത്തെ തൂണം അടിച്ചു പൊട്ടിച്ചാ പോരി. 10-500 നിന്നോണ്ട് കൂന്ന് എവന്റെ കൂക്ക് ഞാൻ എങ്ങനെ കേൾക്കും? അയ്യോ, അതാണ് കാര്യം. പക്ഷെ ഇടവേളയ്ക്ക് ശേഷം ബാലങ്ങ് കയറി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നിങ്ങളൊരു കലാകാരൻ ഞാൻ അംഗീകരിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അടിമയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, 2 പേര് ചാട്ടവാറിനെ അടിക്കുന്നത്, നിങ്ങളെ വായിക്കുളത്തൂടെ രക്തം എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു അറിയാം. അത് ബാലയല്ലെന്ന്. ബാല പൊളിഞ്ഞ് എന്നെ കെട്ടിയിട്ട് കമ്മിറ്റിക്കാർ അടിച്ചോണ്ട് പോണതാണ്. അയ്യോ, എടാ, ഒരു മഞ്ഞ തോർത്തല്ല ഞാൻ കൊടുത്തിരുന്ന. ഏതാണ് ഞാൻ മറക്കൂല. കായംകുളം തുളസി വന്ന വഴി മറക്കത്തില്ലെന്ന്. ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കണല്ലേ? അതല്ലെന്ന്. വല്ലാത്ത തൊലിക്കെട്ടി തന്നെയല്ലേ. ഇനി എന്റെ ഇതൊക്കെ മാറ്റാൻ പോയിരുന്നു. എന്ത് ചെയ്യാൻ പോണു? എന്റെ
പ്ലാനങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് എന്റെ അഭിനയം നീ മതിയാക്കിയിട്ട് ഇനി എഴുത്തിലോട്ടം കയറിയാണ്. അപ്പൊ നിന്റെ വലത്തെ കൈയുടെ കാര്യത്തിൽ തീരുമാനമായി. അതല്ലെന്ന് ഞാൻ അതല്ല പറഞ്ഞത്, നിന്റെ ബാലയ്ക്ക് ടൈമിംഗ് ഇല്ല. ടൈമിക്ക് ഉള്ള ബാലയാണ് എന്റെ ബാലെ. എന്തൊരു ടൈമിംഗ്? നീ പറഞ്ഞാൽ എന്താണ് നിന്റെ ബാല നീ പേരത്തമ്പി തെളവ വാള് ഊരുന്നതിന് മുമ്പേ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വായിന്ന് കുടുകൂടാ രക്തം ചാടി. അയ്യോ, ഞാൻ അവളടുത്ത് 35 പ്രാവശ്യം പറഞ്ഞതാണ് എന്തെന്ന്? സ്റ്റേജിൽ കയറുമ്പോ നീ മുറുക്കാൻ തിന്നലേന്ന് പറഞ്ഞാണ്. പക്ഷെ ഒരാള് ബാല തീരുന്ന ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അയാളാണ്ട് ശരിയായ ആസ്വാദകൻ. അയ്യോ, അത് ആസാദനല്ലല്ല, അത് നമ്മളെ മോഹനായി. ഇതാ അവന്റെ ഷൂലെ ഞാൻ മേടിച്ചിട്ട് ബാല കളിച്ചത്. നാളെ അവന് കോൺക്രീറ്റ് ഉണ്ടെന്ന്. എങ്ങനെ ഇരിക്കുന്നത്? കോൺക്രീറ്റ് പോലെ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടാ വന്നേക്കണത്. ഇടാ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സ്റ്റേജിൽ കിടന്ന് മരിക്കണമെന്നാണ്. ആ പാവപ്പെട്ട കമ്മിറ്റിക്കാർക്ക് ഇപ്പൊ അടിക്കേസ് മാത്രമേ ഉള്ളൂ. നീ ഇനി കൊലക്കേസും കൂടെ ഉണ്ടാക്കി കൊടുക്കും. വേലുത്തമ്പി ദളവിയുടെ കഥാപാത്രം അനശ്വരമാക്കിയ കായംകുളം തുളസിയെ പൊന്നാട എണീച്ചാതിരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അണ്ണാ, പിന്നെ നിങ്ങൾ ആദരിക്കാൻ വേണ്ടി നിങ്ങളെ വേഷം കണ്ടിട്ട്. അയ്യോ, ആദരിക്കാനല്ല, പിന്നെ ബാക്കിയുള്ള എല്ലാവരും അമ്മ പിടിച്ച് ഇനി എന്നെ മാത്രമേ കിട്ടാനുള്ളൂ. അവന്മാര് കൊല്ലാളെ വിളിയാണ് വിളിക്കുന്നത്, അല്ല ആദരിക്കാൻ വിളിക്കുന്നത്. പോടാ, നിന്നെ കൊല്ലാൻ വിളിക്കുന്നെന്ന്. അണ്ണാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണതിനാ ഞാൻ ഈ നിർത്തി, ഞാൻ സ്റ്റേജിൽ കയറുന്നില്ല. അയ്യോ, അങ്ങനെ ഒറ്റ തീരുമാന കലാകാരൻ എടുക്കരുത്. എനിക്ക് അവന്മാരെ ഇടി കൊണ്ട് ചാവാൻ വയ്യ. ഞാൻ ഇനി മേലെ സ്റ്റേജിൽ കയറൂല. ഒരു കലാകാരൻ ഒരിക്കലും പതറരുത്, ഒരിക്കലും സ്റ്റേജിൽ കയറരുത്. അടുത്ത വർഷം നിങ്ങൾ സ്റ്റേജിൽ കയറണം. ഞാൻ ഇനി കളിക്കൂല. അടുത്ത വർഷം നിങ്ങൾ സ്റ്റേജിൽ കയറണം. നിനക്കത്ര നിർബന്ധത്തിൽ എന്നെ കൊല്ലിക്കാൻ വേണ്ടിട്ട്. നിർബന്ധം എന്താ? കഴിഞ്ഞ വർഷം ഇവിടെ നാടൻപാട്ട് പാടാൻ വന്നവനാണ്ടാ ഞാൻ. എന്നെ വാടകയ്ക്ക് വീടെടുത്തിട്ട് നമ്മൾ ഇടിച്ചോണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15 പരിപാടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ കയറി കിടന്ന് ചെയ്യണത്. എനിക്ക് വേണ്ടടാ ഒരു റെസ്റ്റ്. അയ്യോ, അപ്പൊ ഞാൻ വഴിതെറ്റി വന്നല്ല അല്ലേടാ? അല്ലേ അല്ല. അയ്യോ.